Hello guys, welcome back to my YouTube channel. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ ഇന്നത്തെ ആ ഒരു റീഡിങ്ങിലേക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഗാധമായ പ്രണയം തോന്നിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ കൺമുന്നിൽ എത്തുന്ന റീഡിംഗ് ആണിത്. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് സ്നേഹം തോന്നിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിക്കുന്ന ഒരു റീഡിംഗ് ആയിട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാനാണ്. അപ്പം ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സൂചന. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. എന്താണ് ആ ഒരു ഫസ്റ്റ് എനർജിയിൽ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു കാര്യം? സ്റ്റോം വാർണിംഗ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണിക്കുന്നത്. അത്രയും ഒരു സമാധാനപരമായിട്ടുള്ള ഒരു എനർജിയിലല്ല ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ വീട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ താല്പര്യപ്പെടുന്നില്ലായിരിക്കാം. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വേണ്ടാന്ന് വെക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒന്നിക്കുന്ന കാര്യത്തിൽ ഒരുപാട് ആൾക്കാർ എതിർപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. വീട്ടിൽ തല്ലുപിടുത്തം, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ആണെങ്കിൽ പോലും വേണോ, അതായത് ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നാണ്, പക്ഷെ മറ്റുള്ളവര് ഒരു തരത്തിലും സമ്മതിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ്, യെസ്, വെരി ഗുഡ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ വീട്ടുകാരും ഒത്തു നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അതായത് ഈ പേഴ്സനെ, നിങ്ങളുടെ വ്യക്തിയെ മുഴുവനുമായിട്ടും ഈ നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടുകാർ പിടിച്ചടക്കാം അല്ലെങ്കിൽ പിടിച്ചു വെക്കാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ അച്ഛനെയും അമ്മനെയും ഒക്കെ അനുസരിച്ച് അവർ പറയുന്നത് മാത്രം കേട്ടിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവരനുസരിക്കുക അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുക, അങ്ങനത്തെ ഒരു ഇത്രയും കാലം അങ്ങനെയായിരിക്കാം പോയിട്ടുണ്ടാകുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ വേണമെന്നും സ്വന്തം തീരുമാനങ്ങളിലൂടെ മാത്രം മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സന്റെ ചുറ്റിനും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെ, അതൊന്നും മൈൻഡ് ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം മുകളിലേക്ക് പറന്നുയരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നക്കാരായിട്ട് നിൽക്കാതെ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നവരാരാണോ അവരായിട്ട് നിൽക്കാതെ, അവർ പറയുന്നത് കേൾക്കാതെ സ്വന്തം തീരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വന്തം തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലുള്ള ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് കാണിക്കുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അത് മുത്തശ്ശി വഴി, പൂർവികർ വഴി വന്നിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ പൂർവികർ വഴി വന്നിട്ടുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് മുത്തശ്ശി വഴി വന്നിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പിനെ സംരക്ഷിക്കുന്നുണ്ട്.
അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓരോ ദിവസവും കഴിയും തോറും ഈ ഒരു റിലേഷൻഷിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയെങ്കിലും വെച്ച് നിർത്താം, ഇതെവിടെയെങ്കിലും വെച്ച് നിർത്താം, ഇത് നിർത്തിക്കളയാം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് നിർത്താം, സ്വന്തം കാര്യം നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്താണ് വീണ്ടും ഈ റിലേഷൻഷിപ്പിലേക്ക് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ റിലേഷൻഷിപ്പിൽ പൂർവികരുടെ അനുഗ്രഹം നല്ല രീതിയിലുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഫോർഗീവ്നെസ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നിങ്ങളെ വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടാകാം, നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ പോകേണ്ടി വന്നിട്ടുണ്ടാകാം, നിങ്ങളോട് ബ്രേക്കപ്പ് പറയേണ്ടി വന്നിട്ടുണ്ടാകാം, തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഈ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ കാരണം ഈ പേഴ്സണ് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കിട്ടാത്ത അവസ്ഥ. അതുകൊണ്ട് ഈ പേഴ്സണ് സമാധാനപരമായിട്ട് ഒന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഈ പേഴ്സൺ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന ഒരു ലെവലിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതായത് എന്നോട് നീ ക്ഷമിക്കണം, എനിക്ക് സമാധാനം വേണം, എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്, അപ്പൊ നിന്റെ സാന്നിധ്യം കൂടിയേ തീരൂ, എനിക്ക് സമാധാനം വേണം എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നിങ്ങളുടെ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സ്നേഹത്തിന് അത്രയും അധികം ഒരു നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ലവബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. യു ആർ ലവബിൾ. നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഓപ്പർച്യൂണിറ്റി ഗോ ഫോർ ഇറ്റ്, ഓപ്പർച്യൂണിറ്റി നോക്സ് ആണ്. അപ്പോൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു ഉറച്ച ഒരു അവസരം നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. നിങ്ങൾക്കും ഈ പേഴ്സണ് മുന്നിലേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഓപ്പർച്യൂണിറ്റിയാണ്. ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത് ഓപ്പർച്യൂണിറ്റീസ് ആണ്, അവസരങ്ങളാണ്. ആ അവസരങ്ങൾ നിങ്ങളെ തേടി വന്നിരിക്കും. അത് ഇപ്പൊ എത്രത്തോളം ബ്രേക്കപ്പ് ആണ്, എത്രത്തോളം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ വാതിലും അടഞ്ഞു കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ആ വാതിലുകൾ തുറന്നു കിടക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വഴി തുറക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഏഞ്ചൽസ് നിങ്ങൾക്കൊരു വഴി ഒരുക്കി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വഴി ഒരുക്കി തരാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഏഞ്ചൽസ് നിൽക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു കരിയർ ലൈഫായിട്ടാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉത്തരവാദിത്യങ്ങളുള്ള, ഓക്കെ, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഇൻട്രിക്കാസിസ്, ഒരുപാട് ഉത്തരവാദിത്യങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കരിയർ പരമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയിലൂടെ മുന്നേറാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഓക്കെ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് തനിക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെയധികം വളരെയധികം
പ്രയത്നങ്ങൾ ഈ പേഴ്സൺ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെ ഈ വ്യക്തിക്ക് ഗുണം ലഭിക്കുമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ ഉറച്ചു വിശ്വസിക്കുന്നത്. വിങ്ഡ് മെസ്സേജസ് ആണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം. എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട്. സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒട്ടും തന്നെ പ്രൈവസി ഇല്ലായിരിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തടസ്സം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അത് ആരും അറിയാതെ ആണെങ്കിലും ആരെങ്കിലും അറിഞ്ഞാണെങ്കിലും, അറിഞ്ഞോ അറിയാതെയോ, നിങ്ങളുമായിട്ട് എന്താ പറയാ, മുന്നോട്ട് വരാനായിട്ട്, നിങ്ങളുമായിട്ട് സംസാരിക്കുവാനും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മെസ്സേജ് അയക്കുവാനൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണെങ്കിലും അത് ഇവിടെ മെസ്സേജസ് കൊണ്ടുപോയി വെക്കുന്നത് പ്രാവുകളാണ്. ഇവിടെ മനുഷ്യനല്ല, പ്രാവാണ് മെസ്സേജസ് കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ആരെങ്കിലും വഴിയാണെങ്കിൽ കൂടി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വേറെ ആരെങ്കിലും വഴിയായിരിക്കാം, വേറെ ആരെങ്കിലും വഴി മെസ്സേജ് അയക്കുന്നതായിരിക്കാം, വേറെ ആരെങ്കിലും വഴി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി ദ ഫാമിലി ആണ്. അപ്പോൾ എന്താ പറയാ, കുടുംബപരമായിട്ട്, ഫാമിലി പരമായിട്ടൊക്കെ ഒരുപാട് നിങ്ങളുമായിട്ട് അറ്റാച്ച്മെന്റ് ചെയ്യിപ്പിക്കണമെന്നും നിങ്ങളുമായിട്ട് ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ ഫാമിലിയിലേക്ക് വരുന്നത് ഈ പേഴ്സന്റെ ഫാമിലിക്ക് താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഫാമിലിയിലേക്ക് വരുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് താല്പര്യമില്ലായിരിക്കാം. അപ്പം ആ താല്പര്യമില്ലായ്മയെല്ലാം മാറ്റിമറിച്ച് എന്താ പറയാ, താല്പര്യം ഉണ്ടാക്കിയെടുക്കുവാനും നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു ഫാമിലി ഉണ്ടാക്കിയെടുക്കുവാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലിയാണ് ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് നിൽക്കുന്നത്. ഫാമിലി ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബം ഉണ്ടാക്കിയെടുക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ക്ലൂസ് ഇന്ന് എടുക്കുന്നില്ല. അതിനു മുൻപായിട്ട് ഒരു അറിയിപ്പുണ്ട്. ഞാനത് ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. ഡിസംബർ മാസം എനിക്ക് നടത്താൻ പറ്റിയില്ല, അപ്പൊ അത് വൈകിപ്പോയി. ഇപ്പൊ ജനുവരിയിലാണ്, ഇപ്പൊ 1-ാം തീയതി ഇന്നലെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ പേഴ്സണൽ റീഡിങ് ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 ദിവസത്തെ ഡിസ്കൗണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കില്ല. താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ്. നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ്, നമ്മുടെ പുതിയ കസ്റ്റമേഴ്സ്, പുതിയ പ്രേക്ഷകരെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.